ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും അഴീക്കലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലം. അറിയാമല്ലോ, സുനാമി അടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സ്ഥലമാണ്. 146 പേര് മരിച്ചു എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ അഴീക്കൽ ഗ്രാമം ടൂറിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്പോട്ടാണ്. നമുക്ക് ഈ സ്ഥലം കണ്ടാൽ അറിയാം, ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന സ്ഥലമാണിത്. ആലപ്പാട് പഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് അഴീക്കൽ ഗ്രാമം. ഇവിടെ കായലും കടലും ഒക്കെ ഒന്നിച്ച് നടക്കുന്ന സ്ഥലമാണ്. ഇത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പാലം കണ്ടില്ലേ, ഏറ്റവും ഐശ്വര്യമുള്ള പാലം. 140 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പാലം. ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരു അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ പ്രേക്ഷകരെ കാണിച്ചു തരാം, എൻ്റെ പിന്നിൽ ഒരു ഡോൾഫിൻ മറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റിന് അനന്തമായ സാധ്യതകളാണുള്ളത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്ന് നമുക്ക് ഈ കൊല്ലത്തെ ഈ അഴീക്കൽ ഗ്രാമവും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലവും, ഇത് നിങ്ങൾക്കറിയുന്ന പോലെ ഇങ്ങോട്ട് കൊല്ലവും അങ്ങോട്ട് ആലപ്പുഴയുമാണ്. അപ്പോൾ 2 ജില്ലകളുടെ അതിരാണ് ഇവർ പങ്കിടുന്നത്. മാത്രമല്ല കായലും കടലും ഒന്നിക്കുന്നു എന്നുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മനോഹരമായ പ്രദേശം ലോകത്തിൻ്റെ ടൂറിസം മാപ്പിൽ കയറാൻ വേണ്ടിയുള്ള ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. പക്ഷേ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ പല ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ നമുക്കിപ്പോഴും പല കാര്യത്തിലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ വന്നപ്പോൾ പല പ്രദേശവാസികൾ നമ്മോട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസം ഗ്രാമമായി അഴീക്കൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഴീക്കലിൻ്റെ പുരാണം പറയാനൊക്കെ നമ്മുടെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ വന്നിട്ടുണ്ട്, മെമ്പറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. അപ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്ഥിരം പദ്ധത വീര്യത്തോട് ആവേശത്തോടെ നിങ്ങളെ എല്ലാവരെയും അഴീക്കലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഡിസംബർ 24 നാളെ ക്രിസ്മസ് ആണ്, നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് ഞായറാഴ്ചയാണ്, ധനുമാസം 8-ാം തീയതിയാണ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. അതിലേക്കൊക്കെ നമുക്ക് വരാം. ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ അഴീക്കൽ ഗ്രാമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് അത്യാവശ്യമായ ഒരു വാർത്തയ്ക്ക് പോകണം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ നമസ്കാരം. അങ്ങയുടെ മുഴുവൻ പേര് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് ഉല്ലാസ്. ഞാൻ ആദ്യമായിട്ടാണ് ഉല്ലാസ് ജി കാണുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കുറച്ചു കാലമായോ? അതെ, 3 വർഷം. എനിക്ക് തോന്നുന്നത് 26-നല്ലേ സുനാമി അടിച്ചത് അല്ലേ? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെയാണ് മരിച്ചത് അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ 142 പേര്. 142 ആണല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നത് അത് ആ ഡേറ്റ് വരുമ്പോഴേക്കും ഇപ്പോഴും ആൾക്കാർക്ക് പേടിയുണ്ടാവും. തീർച്ചയായിട്ടും. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ സുനാമി ഉണ്ടായ ഒരു പ്രദേശമായിട്ട് പോലും നമ്മുടെ ഈ കടലും കായലും ചേർന്ന് കടലിന്റെയും കായലിന്റെയും നടുക്കായിട്ടൊരു നേർവരം പോലെയുള്ള ഒരു പ്രദേശമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. പക്ഷേ സുനാമി ഏറ്റവും കൂടുതൽ മരണമുണ്ടായ മേഖലയാണ്. പക്ഷേ എന്നിട്ട് പോലും വികസനങ്ങൾ, അന്ന് സുനാമി വന്ന ഫണ്ടുകൾ പോലും ഈ പ്രദേശത്ത് ചെലവഴിക്കാതെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നതാണ്. ഞാൻ ഈ സുനാമിയിലേക്ക് ഒന്ന് വന്നാൽ, കാര്യം ഇത് ഒരുപക്ഷെ സുനാമി അടിച്ചത് കാണാതെ പോയ ചെറിയ കുട്ടികൾ പോലും ഇപ്പം ഈ 24 പ്രേക്ഷകരായിട്ടുണ്ട്. തീർച്ചയായും മോർണിംഗ് ഷോ അവർക്കൊരു കൗതുകമാണ്. അപ്പം ഈ കൗതുകത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന കുട്ടികളായാലും സുനാമി ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് പീൽ തുടങ്ങുന്ന ഒരു സാധനം ഇങ്ങനെ ലോകത്തുണ്ടെന്ന് പല ആൾക്കാരും അറിഞ്ഞത് തന്നെ. അപ്പൊ ഈ സുനാമി അടിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായതെന്ന്? അന്ന് കടല് ശക്തമായിട്ട് പിന്നോട്ട് വലിക്കുകയും ധാരാളം നമ്മുടെ ഈ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരന്തം നടന്ന മേഖല തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം നടന്ന മേഖലയാണ്. കടല് പിന്നോട്ട് വലിക്കുകയും ആൾക്കാർ കൗതുകത്തോടു കൂടി കാണാൻ ആയിട്ട് പോവുകയും പിന്നെ കാണുന്നത് ശക്തമായിട്ട് തിരിച്ച് കടൽ വരുന്നതാണ്. ഒരാൾക്ക് പോലും സാധാരണ ഒരു പ്രതിഭാസം ഇല്ല, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടായിരുന്നു. അതെ, അങ്ങനെയാണ്, ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സത്യത്തിൽ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ സുനാമി അടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് പുറത്ത് അവർ സന്ദേശങ്ങളൊക്കെ അയച്ചു എന്നൊക്കെ ഇപ്പോഴും അവകാശവാദങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഇവിടെ വന്നു? ഒരു അറിയിപ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മരിച്ചവരിൽ കൂടുതലും ആൾക്കാർ എവിടെ നിന്നുള്ളവരായിരുന്നു? നമ്മുടെ ഈ അഴീക്കൽ പ്രദേശത്തുള്ളവർ, അഴീക്കൽ സ്രായിക്കാട് മേഖലകളിലുള്ളതാണ് ഏറ്റവും കൂടുതൽ മരണം നടന്നത്. പ്രായമായവരും കുട്ടികളുമാണ് മരിച്ചത്. ഈ കുടുംബമായിട്ട് മരണപ്പെട്ടു. ഈ പുനരധിവാസമൊക്കെ എങ്ങനെ നടന്നു? പുനരധിവാസത്തിലാണ് ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത്. ഇവിടുത്തെ ജനങ്ങളെ, ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ച മനുഷ്യരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇന്ന് ആ ജനങ്ങൾ ജീവിക്കുന്ന ജീവിതം കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം നരകയാതനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പറ്റത്തില്ല ഒരിക്കലും. അവർക്ക് തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് മറ്റു മേഖലകളിൽ പോയി താമസിക്കുന്ന പറയുന്ന അസാധ്യമായ കാര്യമാണ്.
കാരണം ആ മേഖലയിൽ പോയി താമസിച്ച് അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമ്പ്രദായം. കാരണം ഈ പഞ്ചായത്തിൽ അവരുടെ ഫുള്ള് ഡീറ്റെയിൽസും എല്ലാം ഇവിടാണ്. പക്ഷേ അവർ താമസിക്കുന്നത് മറ്റൊരു പഞ്ചായത്തിലായതുകൊണ്ട് അവർക്കൊരു ആനുകൂല്യം പോലും ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അവരുടെ വീടുകൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ താമസിക്കുന്നത് വളരെ നരകയാതനയാണ്. ഒരു ബാത്റൂമിൽ ഒന്ന് പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ടോയ്ലറ്റുകളൊക്കെ പൊട്ടിയൊലിക്കുകയും ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്കോ നഗരസഭയ്ക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അവരൊന്നും ചെയ്യുന്നതുമില്ല. എന്തായാലും അഴീക്കലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത് വരുന്ന എം ജി പ്രതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. നവകേരള സദസ്സിന് പിന്നാലെ ഇന്ന് ചേരുന്ന LDF യോഗത്തിൽ പുതിയ മന്ത്രിമാരെ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. KB ഗണേഷ് കുമാറും അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് 29-ന് സത്യപ്രതിജ്ഞ നടക്കും. യഥാർത്ഥത്തിൽ 2 മന്ത്രിമാർ പുറത്തേക്ക് പോകും. ആന്റണി രാജുവും അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലും. ഇവർ രണ്ടുപേരും 2.5 കൊല്ലത്തേക്ക് മന്ത്രിയായവരാണ് എന്നായിരുന്നു അന്നേയുള്ള അറേഞ്ച്മെന്റ്. അപ്പം LDF കമ്മിറ്റി ചെയ്തതുപോലെ തന്നെ അവർ തീരുമാനിച്ചിരുന്ന പോലെ തന്നെ പുതിയ 2 മന്ത്രിമാർ വരും. അതിൻ്റെ വിശദാംശങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, അഴീക്കലേക്ക് സ്വാഗതം. താങ്കൾക്കറിയുന്ന പോലെ ഈ നല്ല കാറ്റടിക്കുകയാണ് ഇവിടെ കേട്ടോ. എന്തൊരു സുഖമാണെന്നറിയാം ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ ഈ കടലിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ടൂറിസം കേന്ദ്രമായി അഴീക്കലിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതേസമയം തീർച്ചയായിട്ടും ഒരു ദുഃഖത്തിൻ്റെ ഒരു ഛായ ഇവിടെ ഉണ്ട്. കാര്യം ഇത്രയധികം ആളുകളെ കടൽ കവർന്നെടുത്ത സുനാമി എന്ന് പറയുന്ന ദുരന്തത്തിൻ്റെ വേദനകൾ തീർച്ചയായിട്ടും ഈ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകും. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ലോ. സർവ്വം തകർന്നു പോയ ഒരു ജനതയാണല്ലോ ഈ അഴീക്കലുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ പേറിക്കൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുന്നു, രാഷ്ട്രീയ വാർത്തകൾ നമുക്ക് ഇന്ന് രാവിലെ എടുക്കേണ്ടതുള്ളതുകൊണ്ട് എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? വെരി ഗുഡ് മോർണിംഗ് SKN. സർക്കാരിൻ്റെ തന്നെ മുൻ ധാരണ പ്രകാരം ഈ നവംബർ അവസാന വാരത്തോടു കൂടിയാണ് മന്ത്രിസഭാ പുനഃസംഘടന നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ നവകേരള യാത്ര വന്നതോടുകൂടിയാണ് ഈ പുനഃസംഘടനയും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും കുറച്ച് വൈകാൻ കാരണം. ഇന്ന് രാവിലെ ചേരുന്ന ഇടതുമുന്നണി യോഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കും. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ആ തീരുമാനപ്രകാരം ഗതാഗത മന്ത്രി ആന്റണി രാജുവും ഒപ്പം തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും സ്ഥാനമൊഴിയും. പകരം ഗതാഗത മന്ത്രി സ്ഥാനത്തേക്ക് ഗണേഷ് കുമാറും ഒപ്പം തുറമുഖ മന്ത്രി സ്ഥാനത്തേക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് വരുന്നത്. ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചും ഈ പദവികൾ സംബന്ധിച്ചും നേരത്തെയൊക്കെ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പൂർണ്ണമായും അത്തരത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് ഇടതുമുന്നണി യോഗം തീരുമാനമെടുക്കുന്നതോടെ അതിന് പിന്നാലെ ആന്റണി രാജുവും ഒപ്പം അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെക്കും. പിന്നീട് ഈ മാസം 29-ന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും രാജ്ഭവൻ തുടങ്ങിയെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഉള്ള വിലയിരുത്തലുകളും നടത്തും. സർക്കാർ നടത്തിയ നവകേരള സദസ്സ് സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നു എന്നതാണ് CPM അടക്കം വിലയിരുത്തുന്നത്. ഇടതുമുന്നണി അടക്കം ഇക്കാര്യം ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പിന്തുണകളും തുടർ പരിപാടികളും അടക്കം ഇന്നത്തെ ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്യും. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ഇതിനടക്കം സർക്കാരിന് പിന്തുണ നൽകിക്കൊണ്ടായിരിക്കും എന്തായാലും ഇടതുമുന്നണി യോഗം ചേരുന്നത്. പ്രധാനമായും ഈ മന്ത്രിസഭാ പുനഃസംഘടനയായിരിക്കും ഈ യോഗം ചർച്ച ചെയ്യുക. അത് തീരുമാനമെടുക്കുന്നതോടുകൂടി തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. SK, ഈ യഥാർത്ഥത്തിൽ ഈ അഴീക്കൽ എന്ന് പറയുന്ന ഈ സ്ഥലം നമുക്ക് ഈ ടൂറിസത്തിൻ്റെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഒരു പൊതുപ്രവർത്തക നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളുടെ പേര്? ആണ്. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ആലപ്പാട് പഞ്ചായത്തിലാണ്, 14-ാം വാർഡിലാണ്. ഓക്കെ. സുനാമിയെ കുറിച്ചുള്ള താങ്കളുടെ മനസ്സിലെ ഓർമ്മ എന്താ? സുനാമിയെ കുറിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമുക്ക് വിഷമിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. അതിജീവനത്തിന്റെ പാതയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതിനപ്പുറം കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ലൈഫ് പദ്ധതി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ ആലപ്പാട് പഞ്ചായത്തിനെ വളരെയധികം ദുഃഖകരമായിട്ടുള്ള രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം CRZ എന്ന് പറയുന്ന ഒരു സംഭവം ബാധിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അർഹതയുണ്ട്, അവരൊക്കെ ലിസ്റ്റിൽ പെടുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും വീട് ലഭ്യമാകുന്ന രീതിയിലേക്ക് എത്തുന്നില്ല. കാരണം CRZ ഞങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുകയാണ്. അപ്പോൾ ഈ നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ. ഇതിനകത്ത് ഒരുപാട് വിശദമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സമയം കിട്ടുകയില്ല. അതെ അതെ, 17 കിലോമീറ്ററോളം നീളത്തിലുള്ളതാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്ത്. അത് പല സ്ഥലങ്ങളിലും വീതി എന്ന് പറയുന്നത് വളരെ കുറവാണ്. കടലിനും കായലിനും ഇടയ്ക്കായിട്ട് റിബൺ പോലെയുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങൾ. അപ്പം ചാനലിലൂടെയൊക്കെ ഞങ്ങളെ പുറത്തോട്ട് അറിയുന്നതും പുറം ലോകത്ത് ആലപ്പാട് പഞ്ചായത്തുണ്ടെന്ന് അറിയുന്നത് ഈ സുനാമിയിലൂടെയാണ്. അതായത് മറ്റന്നാളാകുമ്പോൾ 17 വർഷമാകുകയാണ്. സുനാമിയിൽ 142 പേരോളം മരിച്ചെങ്കിലും അതിലേറെ പേര് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട്
ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ എത്രത്തോളം ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എത്രത്തോളം ഇവിടെ അത് പ്രയോഗിച്ചു, അത് ഞങ്ങൾക്ക് ഫലത്തിൽ കിട്ടി എന്നുള്ളത് പറയുമ്പോൾ അത് ഭയങ്കര ഞങ്ങൾക്ക് പുറത്ത് പറയാൻ തന്നെ വിഷമമുള്ള രീതിയിലേക്കാണ്. കാരണം ആലപ്പാട് പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ ദുരിതം ബാധിച്ച സ്ഥലത്തേക്ക് വന്ന ഫണ്ട് പല സ്ഥലത്തേക്കും വ്യാപിച്ചതുകൊണ്ട് തന്നെ, പിന്നെ ഈ സുനാമിയിൽ ഒരുപാട് ആൾക്കാരെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പല സ്ഥലത്തേക്ക് മാറ്റിപ്പറിച്ച് നട്ടുമാറ്റിയതുപോലെ ആക്കിയത് കൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുമില്ല. അവർ ജീവിക്കുന്ന സ്ഥലത്തുള്ള മേഖലകൾക്ക് അത് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ അറിയുന്ന പോലെ ഈ പുലിമുട്ട് ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഈ പുലിമുട്ടിന്റെ നീളം അറിയോ? എനിക്ക് 1 കിലോമീറ്ററും. അതെ, എനിക്കൊന്ന് ഇത്ര ഒരു പുലിമുട്ട് മറ്റുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അശാസ്ത്രീയമായ രീതിയിലാണ്. അതായത് 2 സ്ഥലത്തിന്റെ ഇടയ്ക്കായിട്ട് മണ്ണ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കടൽക്ഷോഭവും മറ്റും വരുമ്പോൾ ബോട്ടൊക്കെ കയറി പെട്ടെന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടുന്ന രീതിയിലേക്ക് അവർക്ക് കയറി വരാൻ പറ്റില്ല. 1-2 ബോട്ടിന്റെ അപ്പുറത്തേക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫലം ആകുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഭയങ്കര മനോഹരമാണ്, ഞങ്ങളുടെ തീരം തന്നെ മനോഹരമാണ്. പക്ഷേ ഞങ്ങളുടെ ഈ മനോഹര തീരം നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലെ അഴീക്കലും ആലപ്പാടും, ഈ ആലപ്പാട് പഞ്ചായത്തും ഒക്കെ തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൃത്യമാണ്. ഈ അഴീക്കൽ പുറത്തേക്ക് അറിയപ്പെടുന്നത്, ഞാൻ പോലും അഴീക്കലെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേട്ടത് ഈ സുനാമി സമയത്താണ്. അപ്പോൾ അതേസമയം അഴീക്കലിൻ്റെ ഒരു മനോഹാരിതയ്ക്ക് അപ്പുറം ഒരുപാട് മനസ്സ് തളർത്തുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നമുക്കിനി തേവരയ്ക്കൊന്ന് പോകണം. അതായത് നാളെ ക്രിസ്മസ് ആണല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സാധാരണഗതിയിൽ നമ്മൾ പുൽക്കൂടും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ അല്ലേ ഒരുക്കുന്നത്. എന്നാൽ ഈ തേവരയിലെ ജോർജ് സെബാസ്റ്റ്യൻ അദ്ദേഹം ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നാണ് തേവരയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നമുക്കപ്പോൾ ആ ക്രിസ്മസ് ഗ്രാമം ഒന്ന് കണ്ടിട്ട് വേഗം മടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓവർ ടു തേവര. മഞ്ഞണിഞ്ഞ റെയിൽപാളത്തിലൂടെ തീവണ്ടികൾ കൂകിപ്പായുകയാണ്. സമീപത്ത് റെയിൻഡിയറുകൾ കെട്ടിവലിക്കുന്ന ഉന്തുവണ്ടികൾ, പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന അരുവി, കൊടും മഞ്ഞിൽ ചൂടുകായുന്നവർ. ക്രിസ്മസ് കാലത്തെ ആഘോഷമാക്കുന്ന ഒരു യൂറോപ്യൻ ഗ്രാമം തേവരയിലെ പുല്ലുമാക്കൽ വീട്ടിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പത്ത് വർഷം കൊണ്ട് ശേഖരിച്ച മിനിയേച്ചറുകൾ ഉപയോഗിച്ചാണ് 16 അടി നീളവും 4 അടി വീതിയുമുള്ള ക്രിസ്മസ് വില്ലേജിന്റെ നിർമ്മാണം ജോർജ് സെബാസ്റ്റ്യൻ പൂർത്തിയാക്കിയത്. നോർമൽ ക്രിബ്, ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. ആസ് എ ഹോൾ ഒരു വില്ലേജ് മുഴുവൻ ആഘോഷിക്കുകയാണ്. അവിടെ ഉള്ള എല്ലാവിധ ആക്ടിവിറ്റീസും, അവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ സ്ഥാപനങ്ങളും, ആ ഒരു മധ്യകാലം യൂറോപ്പിലോ അമേരിക്കയിലോ കാണുന്നതാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ 10 വർഷം കൊണ്ട് പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു 80% സാധനങ്ങൾ, 85% സാധനങ്ങളും US ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു US കമ്പനി ഉണ്ടാക്കുന്നതാണ്. സോഷ്യൽ മീഡിയകളിൽ കണ്ടും കേട്ടും നിരവധി പേരാണ് ക്രിസ്മസ് വില്ലേജ് കാണാനെത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്, ക്രിസ്മസിന് യൂഷ്വലി മറ്റേ ക്രിബൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ പള്ളിയിലൊക്കെ ഉള്ളത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതും ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതൊക്കെ ഓരോ വർഷമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വരുന്ന സാധനമാണെന്നോ. അപ്പോൾ ഭയങ്കര വലിയ എഫേർട്ടാണ്. കാരണം 2 വീക്സ് കൊണ്ട് ഇത്രയും സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നല്ല രസമുണ്ടാണ്. വരും വർഷങ്ങളിൽ വില്ലേജിന്റെ വലിപ്പം കൂട്ടാനാണ് ജോർജ് സെബാസ്റ്റ്യന്റെ ശ്രമം. സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24 കൊച്ചി. വെൽക്കം ബാക്ക് ടു അഴീക്കൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളെ ക്രിസ്മസ് ആണ്. ലോകമെമ്പാടും ഇരുന്ന് ഈ മോർണിംഗ് ഷോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. നമ്മൾ പൊളിക്കണം. നമുക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആഘോഷങ്ങളൊന്നും അങ്ങനെ കൈവിട്ട് കളയുന്നവരല്ല മലയാളികൾ. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കുക. അപ്പോൾ മാത്രമല്ല, ഈ ടെലിവിഷനിലൊക്കെ തന്നെ ഒരുപാട് സിനിമകളൊക്കെ ഉള്ള ദിവസമാണെന്ന്. സിനിമകൾക്കപ്പുറം ഈ ക്രിസ്മസ് ആഘോഷിച്ച് നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഈ അഴീക്കലിലേക്ക് മടങ്ങി വരാം. അഴീക്കൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ ഒരുപക്ഷെ കാണുന്നത് ഈ പുലിമുട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം പുലിമുട്ട് നമ്മൾ ഈ അടുത്ത സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. ഈ കൊല്ലത്തേക്ക് ഞാൻ എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ ഈ അഴീക്കൽ സ്ഥലത്തേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യുന്നു അവിടെ നമ്മൾ മോർണിംഗ് ഷോ ചെയ്യുകയാണെന്നാണല്ലോ നമ്മുടെ സൂത്രപ്പണി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ന് ഞാൻ കൊല്ലം SN കോളേജിലാണ് PG വരെ ചെയ്തത്. അപ്പോൾ കൊല്ലം SN കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കൊല്ലത്തെ മുൻ മേയറായ രാജേന്ദ്ര ബാബു. അപ്പോൾ ഞങ്ങൾ ഒരേ കാലം ഒന്നിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് ഒന്നിച്ച് വളർന്നവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം കരുനാഗപ്പള്ളിയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അഴീക്കൽ, ആലപ്പാട്, മാതാ അമൃതാനന്ദമ ഈ മഠം ഇതിനടുത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് പ്രേക്ഷകരെ ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ള ലക്ഷ്യം കൊണ്ടുണ്ട്. കല്യാണം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ കല്യാണത്തിന് നമ്മൾ മോർണിംഗ് ഷോ തീർക്കുമല്ലോ. മോർണിംഗ് ഷോ തീരുന്നു, കല്യാണത്തിൽ കയറുന്നു, സദ്യ കഴിക്കുന്നു, മടങ്ങിപ്പോകുന്നു. സദ്യ കഴിക്കാൻ വേണ്ടിയാണോ കരുനാഗപ്പള്ളി വരെ വന്നത് നിങ്ങൾ ആലോചിച്ചോളരുത്. കല്യാണം കൂടിയിട്ട് കഴിക്കും. അപ്പോൾ നമ്മൾ പുലിമുട്ടിലേക്ക് വരാം അല്ലേ? അപ്പോൾ പ്രസിഡന്റ്, ഈ പുലിമുട്ടിൻ്റെ ഒരു പ്രത്യേകത, കാരണം എനിക്കൊന്ന് ഇത് കാണാത്ത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ മലയാളികൾ തന്നെ ഒരുപാട് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ തന്നെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. വിദേശ ആൾക്കാർ വരുന്നുണ്ടാവും അല്ലേ? വരുന്നുണ്ട്. ഈ അമൃതാനന്ദമയി മഠത്തിൽ ഒരുപാട് വിദേശികൾ വരുന്നുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങോട്ട് എത്താറുണ്ടോ? വരാറുണ്ട് സാർ. അപ്പോൾ ഇവിടുത്തെ ഒരു വരുമാനമൊക്കെ എങ്ങനെയുണ്ട് ഈ ടൂറിസ്റ്റിന്റെ? സാറേ, ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് വരുമാനം കുറവാണ്. കാരണം ഇവിടെ അടിസ്ഥാന സൗകര്യം, ഞാൻ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യം വളരെ കുറവാണ്. കാരണം നമ്മുടെ ഈ ഒരു സീസൺ സമയത്ത് മാത്രമാണ് ഈ ബീച്ചിൽ മണ്ണിങ്ങനെ വരികയും മണ്ണടിയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇവിടെ നിന്ന് ഒലിച്ചു പോവുകയും വീണ്ടും കടലായി മാറുകയാണ്. അപ്പം സ്ഥിരമായിട്ടൊരു വരുമാനം ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇത്രയും ഒരു വ്യൂ, ഈ ഒരു പുലിമുട്ട് പോലെ ഇതിനകത്ത് 1 കിലോമീറ്ററോളം 1 കിലോമീറ്ററിന് പുറത്തുള്ള ഒരു പുലിമുട്ടാണ്. ഇവിടെ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ട് ഡോൾഫിൻ, സാർ നേരത്തെ ഡോൾഫിൻ വ്യൂ എപ്പോഴും കാണാം. ഏത് സമയത്ത് വേറെ എങ്ങും കണ്ടിട്ടില്ല സാർ. കാരണം ഇത്രയും പുലിമുട്ടിനെ ഇവിടെ വന്നിട്ട് ഈ ഡോൾഫിനെ കാണാൻ പറ്റുന്നത് ഈ ഒരു മേഖലയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള തൊട്ടപ്പുറത്ത് ഒരു 16 ഏക്കറോളം സ്ഥലം സാർ പുറമ്പോക്ക് ഭൂമിയായിട്ട് കിടപ്പുണ്ട്. ആ ഒരു ഭൂമി ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടൂറിസവുമായി ബന്ധപ്പെട്ട് അനന്തമായ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു കായൽ പുറമ്പോക്ക് ഭൂമിയാണ്. ആ കായൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഒക്കെ എപ്പോഴും മോർണിംഗ് ഷോയിൽ വരാറുള്ള അതിഥിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കാണുന്നെങ്കിൽ അദ്ദേഹത്തിന് ലീഡർഷിപ്പ് കൊടുത്താലേ ഈ അഴീക്കൽ ഒരുപക്ഷെ ലോകത്തിന്റെ ടൂറിസം മാപ്പിലേക്ക് തീർച്ചയായിട്ടും തദ്ദേശീയരായിട്ടുള്ള കാണട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കാണണം. കാരണം ആലപ്പാടിന്റെ അനന്തമായ ടൂറിസമായ സാധ്യതകൾ ഇവിടെ ജനങ്ങളിലേക്ക്, ലോകത്തിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക്. ചോദിച്ചൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഈ പുലിമുട്ടിന്റെ കാര്യം. സാറേ, 1 കിലോമീറ്ററിന് പുറത്താണ് പുലിമുട്ട്. ഇവിടെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനകത്താണ് പുലിമുട്ടുള്ളത്. അപ്പം ഇവിടെ നിന്ന് ആ ഭാഗത്ത് വ്യൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് സാർ. അതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിട്ട് കടൽ കാണാം, നല്ല ഭംഗിയാണ്, നല്ല ഡോൾഫിനെ കാണാം, മത്സ്യബന്ധന യാനങ്ങൾ കാണാം, നമ്മുടെ തൊട്ടുപുറകിലായി കാണുന്ന മത്സ്യബന്ധന യാനങ്ങൾ കാണാം. ഇത് പാസ് ചെയ്ത് പോകുന്ന ബോട്ടുകളൊക്കെ ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണോ? അതെ, മത്സ്യബന്ധനം കഴിഞ്ഞിട്ട്. ഇതൊക്കെ എത്ര മണിക്ക് സജീവമാവും സാധാരണ? സാറേ, ഒരു 2:30-3 മണിയാകുമ്പോഴാണ് ഇവര് മത്സ്യബന്ധനത്തിന് പോകുന്നത്. അവര് ഈ പണി കിട്ടുന്നത് പോലെ ഇരിക്കും സാർ. മത്സ്യബന്ധനത്തിന് ഇടയ്ക്ക് പണി കിട്ടുന്നത് പോലെ ഇരിക്കും അവര് വരുന്നതും പോകുന്നതും. പറ്റിയ സ്ഥലം തന്നെയാണോ? തീർച്ചയായിട്ടും സാറേ. അതെ, മത്സ്യബന്ധനങ്ങൾ സാറേ, ഇവിടെ ഈ പുലിമുട്ടുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ രീതിയിലാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബോട്ടുകൾ കയറി വരുമ്പോൾ ഇല്ലില്ല, അത് പറ്റത്തില്ല സാറേ. അത് ഇനി അതിനകത്ത് ശാസ്ത്രീയമായ രീതിയിൽ അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ സാറേ, ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മളിപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. ഈ മത്സ്യബന്ധന തൊഴിലാളികൾ ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് അവർ മത്സ്യബന്ധനത്തിന് പോകുന്നത്. പക്ഷേ ആ സമയത്ത് ഏതെങ്കിലും ഒരു മത്സ്യബന്ധന തൊഴിലാളിക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏതാണ്ട് 2-3 തൊഴിലാളികൾ അറ്റാക്ക് വന്നു. ഒരു മാസത്തിനിടയ്ക്ക് തന്നെ 4ഓളം തൊഴിലാളികൾ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് മത്സ്യബന്ധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മത്സ്യബന്ധനം ചെയ്തതിനിടയ്ക്ക് അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കരയ്ക്ക് എത്തണമെങ്കിൽ ഇവരുടെ ഈ യാനം തന്നെ, മത്സ്യബന്ധന യാനം തന്നെ ഉപയോഗിച്ച് വേണം ഇവിടെ എത്തേണ്ടത്. ഇവിടെ ഒരു മറൈൻ ആംബുലൻസ് അടിസ്ഥാനമായിട്ട് വേണ്ടത്, അതെ, മറൈൻ ആംബുലൻസ് ഇല്ല ഇവിടെ. അപകടം എൻ്റെ പിതാവ് പോലും മരണപ്പെട്ടു പോയത് മത്സ്യബന്ധനത്തിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാണ്. അച്ഛനെ നേരത്തെ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അച്ഛൻ്റെ ജീവൻ പോലും നിലനിൽക്കാൻ പറ്റിയിരുന്നു. പക്ഷേ അവരുടെ ഈ ചെറിയ വള്ളങ്ങളിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ അഴീക്കലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. എന്തായാലും ഈ ടൂറിസം വകുപ്പ് ഒരുപാട്
മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അഴീക്കൽ അവരുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം വരേണ്ട ഒരു സ്ഥലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇതുപോലെ അവഗണിക്കപ്പെട്ടു പോയ കുറേ സ്ഥലങ്ങളുണ്ട്. എന്നാൽ അനന്തമായ സാധ്യതകൾ ഈ ആലപ്പാടും അഴീക്കോടും ഈ അഴീക്കലും ഒക്കെ തന്നെ തുറക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അങ്കമാലിയിലേക്കൊന്ന് പോകണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഇപ്പോഴൊരു സമവായം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാന മാത്രം സിനഡ് നടത്തും. പിന്നീട് ജനാഭിമുഖ കുർബാന തുടരാനാണ് വൈദിക സമിതിയുടെ തീരുമാനമെന്നറിയുന്ന വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. വിഷ്ണു, അഴീക്കലേക്ക് സ്വാഗതം. വിഷ്ണു, അഴീക്കലേക്ക് നല്ല കാറ്റൊക്കെ അടിച്ചു. വിഷ്ണു വേണം ഇങ്ങോട്ട് വരാമായിരുന്നു കേട്ടോ. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അഴീക്കൽ ഗ്രാമത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായി അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ഒരു മോർണിംഗ് ഷോയുമായിട്ട് ഇവിടെ വന്നേനെ. കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പരിസരവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിനു മുമ്പ് ഈ അതിരൂപതയുടെ കാര്യം പറയൂ. ഓവർ ടു വിഷ്ണു സുരേഷ്. പറയൂ വിഷ്ണു സുരേഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്രിസ്മസിന്റെ തലേ ദിവസമാണ്, പക്ഷേ അപ്പോഴും അങ്കമാലി അതിരൂപതയിൽ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നിന്ന് വന്ന ഉത്തരവനുസരിച്ച് ക്രിസ്മസ് ദിനം മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ സിനഡ് കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ശക്തമായ നിർദ്ദേശമുണ്ട്. അത് പാലിക്കാത്ത വൈദികർക്ക് കർശനമായ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊരു സൂചനയാണ് വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് വന്നത്. പക്ഷേ അതൊന്നും വൈദിക സമിതിയിലുള്ള ആളുകൾ വകവെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25-ാം തീയതി, അതായത് ക്രിസ്മസ് ദിനത്തിൽ തങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ മറ്റു ദിവസങ്ങളിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സാധിക്കില്ല. ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം അത്തരമൊരു അന്തരീക്ഷമാണ് നിലവിൽ അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾക്കിടയിൽ നിൽക്കുന്നത്. ആ തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വത്തിക്കാൻ തീരുമാനം അംഗീകരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വൈദിക സമിതിയുടെ തീരുമാനം, അല്ലെങ്കിൽ അവർ എടുത്തിരിക്കുന്ന നിലപാട്. ഇന്ന് ഈ രാത്രിയോടുകൂടി പാതിരാ കുർബാനയുണ്ട്. ആ പാതിരാ കുർബാന ഏത് തരത്തിലുള്ള കുർബാന അർപ്പിക്കുമെന്നുള്ളതിനും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. 25-ാം തീയതി, അതായത് ക്രിസ്മസ് ദിനത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് പറയുമ്പോൾ പാതിരാ കുർബാനയായി ഏകീകൃത കുർബാന അർപ്പിക്കാനാകില്ല എന്നൊരു നിലപാട് അൽമായ മുന്നേറ്റം സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു നിലപാട് വൈദികർ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഒരുപക്ഷെ പ്രതിഷേധത്തിനുൾപ്പെടെയുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ബസിലിക്ക നീണ്ട ഇടവേളയ്ക്ക് ശേഷം തുറക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സൂചനകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നീണ്ട നാളായി കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ബസിലിക്ക അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി ബസിലിക്ക തുറക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ അവിടെ ഏത് കുർബാന നടപ്പാക്കും എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 25-ാം തീയതി ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കുമെന്ന് വൈദികർ ഒന്നാകെ പറഞ്ഞിട്ടുണ്ട്. അത് വത്തിക്കാനോടുള്ള ഒരു അനുദയം, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്ന നിലപാടാണ്. പക്ഷേ അതിനിപ്പുറത്തേക്ക് വത്തിക്കാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ വൈദിക സമിതി തീരുമാനിച്ചിട്ടില്ല. ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അങ്കമാലി അതിരൂപതയുടെ തീരുമാനം. ഒരു സമവായം ഈ വിഷയത്തിൽ ഇനിയും എത്തിയിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കലാപരിപാടിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു ചെറിയ മത്സ്യബന്ധനം, വളരെ ആലങ്കാരികമായ റേഡിയോ ഭാഷയെ പറഞ്ഞാൽ മത്സ്യബന്ധനമാണ്, പക്ഷേ മീൻപിടുത്തം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സാധനം ഇങ്ങനെ കറക്കി കഴിഞ്ഞാലേ ഇത് ഉള്ളിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ പേരൊക്കെ നമുക്ക് ചോദിക്കാൻ നമ്മുടെ ഒരു വിദഗ്ധൻ വന്നിട്ടുണ്ട്. സുഹൃത്തെ ചേട്ടാ, അപ്പോൾ ചേട്ടാ ഇത് എങ്ങനെയാണ് ചേട്ടാ പരിപാടി? ഇത് ഇങ്ങനെ കറക്കുമ്പോൾ ഇത് താഴേക്ക് പോകുന്നു അല്ലേ? ഇത് നമ്മൾ തീറ്റയായിട്ട് ചെമ്മീനാണ് ഇടുന്നത്. ചെമ്മീനാണോ? ചെമ്മീനാണ്. ചെമ്മീനാണ് ഇതിൻ്റെ. ചെമ്മീൻ ഇടും. ഇതിൽ ഏതൊക്കെ മീനാ കുത്തുക സാധാരണ? ഏട്ടക്കുരി കുത്തുന്നുണ്ട്. എത്ര മണിക്ക് ഇറങ്ങി താങ്കള്? ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 4:30 ഇറങ്ങിയത്. ഇത് നമുക്ക് കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ കിട്ടുമോ ഇതിനകത്തുനിന്ന്? എന്റെ പേര് കണ്ണൻ. കുഴപ്പമില്ല അല്ലേ? ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ഇതാണ് പരിപാടി. മെയിനായിട്ട് മീൻപിടുത്തമാണ്. ഓക്കെ. പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നോ? ഇല്ല, നമ്മള് ചെറുപ്പം തൊട്ടുള്ള ശീലമാണ്, മുന്നോട്ട് പോകും. ഓക്കെ. അപ്പൊ ഇത് എത്ര മണിക്ക് കയറി പോകും? ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കിന്. അപ്പൊ ഇതിനകത്ത് മീൻ കൊത്തിയോന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിന്റെ തുമ്പത്ത് ചെറുതായിട്ടൊന്ന് അനങ്ങും. നമ്മുടെ പരിചയം കൊണ്ട് അത് മനസ്സിലാക്കും അല്ലേ? ഇങ്ങനെ കുറെ ആളുകളെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ അങ്ങ് വരെ നിൽക്കുകയാണല്ലോ ആൾക്കാർ. കഴിയുമ്പോൾ ഒത്തിരി ആളാവും. അത് ശരി. കുറെ കുറെ ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ടല്ലേ? ഇത് എന്താ പറയണ്ടേ, എല്ലാവർക്കും ഒരു ഹരം പോലെ ആണല്ലേ? അപ്പൊ ചേട്ടാ ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്തേ. കാരണം ഞാൻ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടാ എവിടെ താമസിക്കുന്നേ? ഞാൻ ചങ്ങനാശ്ശേരി. ചേട്ടാന്ന് വിളിച്ചൊരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓട്ടെ, അനിയാന്ന് വിളിച്ചോളാം. നല്ല പ്രായമുണ്ട് എനിക്ക് കേട്ടോ. ഓക്കെ. കല്യാണം കഴിച്ചോ? കല്യാണം കഴിഞ്ഞു. ഒരു കൊച്ചുണ്ട്. ജീവിതം കുഴപ്പമില്ല. അവരെന്ത് ചെയ്യുന്നു? ഓക്കെ. ഇത് ഇങ്ങനെ എടുക്കാണല്ലേ? ഓക്കെ. ഇതിലാണ് നമ്മള് ചെമ്മീൻ ഇട്ടിട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന എനിക്കൊന്ന് ഈ പുലിമുട്ടിന്റെ സൈഡിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. സന്തോഷം. അവരുടെ ഒരു ജീവിത ഉപാധിയാണ് ഇത്.
എനിക്കൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സന്തോഷിക്കാം. ഞാൻ കൂടെ വരാം. ഞാനിപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില വാർത്തകൾ, നമ്മൾ തുടക്കത്തിൽ വാർത്തകൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ലോകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ ഹെഡ്ലൈൻസിലേക്ക് പോകുന്നു. ഹെഡ്ലൈൻസുമായി നമ്മുടെ സുന്ദരനായ യു പ്രദീപ് നമുക്കൊപ്പം ചേരുന്നു. യു പ്രദീപ്, ഗുഡ് മോർണിംഗ്. യു പ്രദീപ്, അഴീക്കൽ ഗ്രാമത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. അഴീക്കലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ട് കാണും, എനിക്കറിയാം. അഴീക്കലിനെ കുറിച്ച് കേൾക്കാത്താരാ. അപ്പോൾ ഓവർ ടു യു ഫോർ ഹെഡ്ലൈൻസ്. താങ്ക് യു SKN. അഴീക്കലിൽ താങ്കളുടെ മോർണിംഗ് ഷോ തുടരുമ്പോൾ അതിനിടയിൽ ചില പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നു. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ. നവകേരള സദസ്സിന് പിന്നാലെ ഇന്ന് LDF യോഗം. മന്ത്രിസഭാ പുനഃസംഘടന ചർച്ചയാകും. ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും. സത്യപ്രതിജ്ഞ ഈ മാസം 29-നെന്ന് സൂചന. DGP ഓഫീസിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ നടപടി കടുപ്പിച്ചു പോലീസ്. KPCC അധ്യക്ഷനെ 1-ാം പ്രതിയും VD സതീശനെ 2-ാം പ്രതിയുമാക്കി കേസെടുത്തതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി FIR ഇട്ടത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ്. SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന് പരാതി നൽകിയ പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് വിദ്യാർത്ഥിനിക്കെതിരെ 2-ാമത്തെ കേസ്. നടപടി SC/ST നിയമപ്രകാരം. നിളയ്ക്കെതിരെ കേസെടുത്തത് കോളേജിലെ മറ്റൊരു കുട്ടി നൽകിയ പരാതിയിൽ. പ്രതികാര നടപടിയെന്ന ആക്ഷേപം ശക്തം. ക്രൂഡ് ഓയിൽ കപ്പലിന് നേരെ അറബിക്കടലിൽ വെച്ചുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്ന് അമേരിക്ക. MV ചെംപ്ലൂട്ടോ എന്ന കപ്പലുള്ളത് ജപ്പാൻ കമ്പനിയുടെ ഉടമസ്ഥതയിൽ. മുംബൈ തീരത്തെത്തി അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം കപ്പൽ മംഗലാപുരത്തേക്ക് തിരിക്കും. ലോകം ക്രിസ്മസ് ആഘോഷത്തിലേക്ക്. പള്ളികളിൽ ഇന്ന് പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായമായില്ല. സിനഡ് നിർദ്ദേശിച്ച രീതിയിലുള്ള കുർബാന ക്രിസ്മസ് ദിനത്തിൽ മാത്രം. പിന്നീട് ജനാഭിമുഖ കുർബാന തുടരും. അവധി ദിനമായതോടെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. 2 ദിവസങ്ങളിലായി 18-ാം പടി ചവിട്ടിയത് 2 ലക്ഷത്തോളം പേർ. തങ്കഅങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച സന്നിധാനത്തെത്തും. മണ്ഡലപൂജ ബുധനാഴ്ച. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗം ഇന്ന്. ചർച്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ രാമനിലയത്തിൽ. മന്ത്രിമാരായ K രാധാകൃഷ്ണനും K രാജനും പങ്കെടുക്കും. ഉയർത്തിയ തറവാടക കുറയ്ക്കണമെന്ന നിലപാടിൽ ഉറച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ഡൽഹിയിൽ വായുമലിനീകരണം വീണ്ടും രൂക്ഷം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 500-ന് മുകളിലെത്തി. പലയിടങ്ങളിലും പുകമഞ്ഞ്. മലിനീകരണ തോത് ഉയർത്തിയത് ശൈത്യവും കാറ്റിന്റെ വേഗം കുറഞ്ഞതും. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഡൽഹി സർക്കാർ. ISL-ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ഗ്ലാമർ പോരാട്ടം. ഇന്ന് വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തും. ഒരു മത്സരത്തിന്റെ വിലക്കിന് ശേഷം പരിശീലകൻ ഇവാൻ വുക്മാനിച്ച് തിരിച്ചെത്തും. മത്സരം കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ രാത്രി 8-ന്. ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. സ്പെഷ്യൽ മോർണിംഗ് ഷോ കൊല്ലം അഴീക്കലിൽ നിന്ന് R. ശ്രീകണ്ഠൻ നായർ തുടരുന്നു. ബാക്ക് ടു SKN. താങ്ക് യു പ്രദീപ്. പ്രദീപ്, യഥാർത്ഥത്തിൽ പ്രദീപിന് ഒരു ഗിഫ്റ്റ് തരാൻ പോവാണ്. ഇവിടെ ഒരു ഡോൾഫിൻ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഭിലാഷ് തൊഴുവങ്കോട് ആ ക്യാമറ അങ്ങോട്ട് നോക്കൂ. ഒന്ന് സഹകരിക്കാൻ പറയൂ ഡോൾഫിനോട്. ക്യാമറ ഫ്രണ്ട്ലിയായി നിൽക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ മാത്രം, നീണ്ടകരയിലും ചില ഭാഗത്തൊക്കെ ഇത് പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഡോൾഫിൻ ഒരു അപൂർവമായ കാഴ്ച തന്നെയാണ് അഴീക്കലിലെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ കരുനാഗപ്പള്ളി BJP-യുടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അതായത്
കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോൾ സജികുമാർ അല്ലേ? അപ്പോൾ ഇവിടെ ഡോൾഫിൻ കാഴ്ച സാധാരണമാണോ? സാധാരണ എല്ലാ ദിവസവും മോർണിംഗിലുണ്ട്. മോർണിംഗിൽ ഇത് കളിക്കാൻ പറ്റും നമ്മുടെ ഏരിയയിൽ വരുന്നത്. ഓക്കെ ഓക്കെ. അല്ല ഈ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഈ അഴീക്കല് മനോഹരമായൊരു സ്ഥലമാണ്. നിങ്ങളെ കണ്ടു മോസ്ലി പറയല്ല. അപ്പൊ ഇത്രയും നല്ല ഒരു സ്ഥലത്ത് ഇത്രയും ടൂറിസം പൊട്ടൻഷ്യൽ പോരാ. അത് ഗവൺമെന്റ് നമ്മുടെ ഈ ബീച്ചിനെ പരിഗണിക്കുന്നില്ല. അതാണ് വലിയ വിഷയം. നിങ്ങൾക്കിത് സർക്കാരിന്റെ ഒക്കെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും. രാഷ്ട്രീയം പറയല്ല, ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും സാധ്യതയുള്ള, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൊല്ലം ജില്ല ഇത്രയും സൗകര്യമുള്ള ഒരു ബീച്ചില്ല. പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മുടെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ശനി ഞായർ ഇപ്പൊ നാളെ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. ഒരു 10,000-5,000 ആൾക്കാർ. ഇവിടെ റോഡ് ബ്ലോക്കാ. ആണോ? അത്രയും ആൾക്കാരുണ്ട്. വാഹന സൗകര്യമൊക്കെ ഉണ്ടോ? വാഹന സൗകര്യം ശനിയും ഞായറും നാട്ടുകാർക്ക് പുറത്തിറങ്ങാനൊക്കത്തില്ല. ടൂറിസ്റ്റുകളാ. എമർജൻസി ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ പോകാനൊക്കത്തില്ല. അതാണ് പ്രശ്നം. ഇവിടെ ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ ഇല്ലേ? ഉണ്ട്. എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലോ ഹോസ്പിറ്റലിൽ പോകാനൊക്കത്തില്ല. തങ്ങളുടെ ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നു. ഓക്കെ. ഇലക്ഷൻ വരുമോ? സജീവായിക്കോളുക. പരിപാടി തുടങ്ങി തകർക്കും അല്ലേ? ഓക്കെ. അപ്പം ഇവർക്കൊക്കെ ഇനി ചാകരയാ. ഇലക്ഷൻ വരാൻ പോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ വലിയൊരു സാധ്യത. അരുൺരാജ് ഇവിടുത്തെ ഈ കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ ആരുണ്ടെന്ന് പറഞ്ഞാൽ കൊള്ളാം. നേരത്തെ ഇവിടെ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസത്തിന്റെ വലിയൊരു സാധ്യത. ടൂറിസത്തിന്റെ വലിയ സാധ്യതയുണ്ട്. അതിനപ്പുറം ഈ സ്ഥലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ഒരു സഹകരണമാണ്. ഓരോ സുനാമി അഫക്റ്റഡ് ഏരിയ ആണ്. പക്ഷേ നാട്ടുകാർ ഇപ്പോഴും ഈ മേഖലയിലേക്ക് അടക്കം വരുമ്പോൾ പല ഘട്ടത്തിലും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അവരുടെ ഈ ടൂറിസം സാധ്യതകളോട് വലിയ രീതിയിൽ അനുകൂലമായൊരു സമീപനം എക്കാലവും സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മത്സ്യബന്ധന മേഖലയിൽ ഈ ഉള്ളിൽ ഈ കടലിനുള്ളിൽ വെച്ച് എന്തൊരു അപകടം പറ്റിയാൽ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പ്രശ്നം. കാരണം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അച്ഛൻ തന്നെ അത്തരത്തിൽ മരണപ്പെട്ട ഒരാളാണ്. കാരണം അങ്ങനെ ഒരു വേദനാജനകമായ കാര്യങ്ങളടക്കമുണ്ട്. നമ്മളത് നിരവധി തവണ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. ടൂറിസത്തിന് അനന്തമായ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ യാഥാർത്ഥ്യം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. മറ്റൊന്ന് ഇവിടുത്തെ ഈ ഫോട്ടോഷൂട്ട് ഏരിയ ആണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ അവിടെ മുഴുവൻ കാറ്റാടിയാണ്. ആ കാറ്റാടി എന്ന് പറഞ്ഞാൽ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരെ ആൾക്കാർ വന്ന് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. വലിയ ഫോട്ടോ ഷൂട്ടിന് വലിയ സാധ്യതകളുള്ള സിനിമ ലൊക്കേഷൻ, അതേപോലെ തന്നെ വെഡ്ഡിംഗ് ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് ഈ അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഴീക്കലിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാഗേരിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ഒരു വാർത്ത അറിയിക്കുന്നതോടെ വീണ്ടും കടുവ പ്രത്യക്ഷപ്പെട്ടു. പശുവിനെ ആക്രമിച്ചു കൊന്നു. ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിലാണ് കടുവ എത്തിയത്. സുർജിത്തിലേക്ക്. ഓവർ ടു സുർജിത്ത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ. SKN ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു കടുവ വാർത്ത കൂടി സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഞാറക്കാട്ടിൽ സുരേന്ദ്രൻ എന്ന വാഗേരി CC സ്വദേശിയുടെ തൊഴുത്തിലാണ് കടുവ എത്തിയത്. പശുവും പശുക്കിടാവും ഉണ്ടായിരുന്നു. പശുവിനെ കയർ പൊട്ടിയ നിലയിൽ ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയപ്പോഴാണ് സുരേന്ദ്രൻ ആ കാഴ്ച കണ്ടത്. പശു തൊഴുത്തിന്റെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തൊഴുത്തിനുള്ളിൽ പാതി തിന്ന നിലയിൽ പശുക്കിടാവിന്റെ ശരീരം കണ്ടെത്തിയത്. 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ കൊന്നിരിക്കുന്നത്. സമീപത്ത് കാൽപ്പാടുകളുണ്ട്. അതിൽ നിന്നാണ് കടുവ തന്നെയാണ് ആക്രമിച്ചതെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഈ വാഗേരി എന്ന് പറയുന്ന പ്രദേശം നേരത്തെ ഈ കടുവ ആക്രമണം നടന്ന മൂടക്കൊല്ലി ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തിന്റെ പരിസര പ്രദേശങ്ങളാണ്. അതിന്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശം ഉള്ളത്. നേരത്തെ ഒരു കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കടുവ അടിക്കടി ഇറങ്ങുന്നു എന്നുള്ളത്. ഒരു നരഭോജി കടുവയെ പിടികൂടി. പക്ഷേ വീണ്ടും കടുവകളുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് നാട്ടുകാരെല്ലാം തന്നെ അവിടെ കൂടിയിട്ടുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്താൻ വേണ്ടി എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. SKN. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അഴീക്കലാണ്. ഇപ്പൊ അഴീക്കലിലെ പുലിമുട്ടിലാണ് നമ്മളിപ്പം പോകുന്നത്. പുലിമുട്ടിലെ ഒരു ഓപ്പൺ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമായ ഈ സ്ഥലത്ത്, അതായത് കടലിൻ്റെയും കായലിൻ്റെയും വിരിമാറിലൂടെ ഒരു യാത്ര നടത്തുന്ന ഒരു പ്രതീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മളെ വല്ലാതെ ആവേശം കൊള്ളിക്കും. കാരണം കേരളത്തിൻ്റെ ഓരോ ഗ്രാമത്തിൻ്റെയും വശ്യ ഭംഗി നമുക്ക് പലപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര നടത്തുന്ന ടൂറിസ്റ്റുകളുണ്ടല്ലോ. നമ്മൾ വിദേശ നാടുകളെ കുറിച്ചൊക്കെ വളരെ വാനോളം പ്രശംസിക്കുന്ന ആളുകൾ, അവരൊക്കെ കാണേണ്ട സ്ഥലമാണ് ഈ അഴീക്കൽ പോലെ. ഈ ആലപ്പാട് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുനാമിയുടെ ദുരന്തം ഒരു ഞെട്ടിക്കുന്ന ഓർമ്മയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ആളുകളുടെ ജീവിതം തന്നെ മാറി മറിയാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ പുലിമുട്ടിലൂടെ യാത്ര ചെയ്യുക.
സൂര്യൻ്റെ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ പാലം ഇവിടെ വന്നു കഴിഞ്ഞ് കുറേ സാധ്യതകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇനിയും പല സ്ഥലങ്ങളെയും പോലെ ഒരുപാട് സാധ്യതകൾ വരാൻ കിടക്കുകയാണ്. ഇതിനിടയിലാണ് താമരശ്ശേരി എന്നൊരു വാർത്ത വരുന്നത്. താമരശ്ശേരിയിൽ അവിടെ ചുരത്തിൽ വീണ്ടും ഗതാഗത കുരുക്കുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 6-ാം വളവിലാണ് ബസ് കുടുങ്ങിയത്. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ അതുവഴി യാത്ര ചെയ്യാൻ കഴിയുന്നുള്ളൂ. അവിടെ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ബസ്സിൻ്റെ തകരാറ് പരിഹരിച്ചെങ്കിലും ഗതാഗത തടസ്സം ഈ 6-ാം വളവിൽ അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് അവിടെ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓവർ ടു അഭിജിത്ത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അഴീക്കൽ. അഴീക്കലിലെ മനോഹാരിത, ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ജീപ്പിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് BJPയുടെ കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സജികുമാറാണ്. സജികുമാർ, യു ആർ എ വെരി ഗുഡ് ഡ്രൈവർ, താങ്ക് യു. അപ്പോൾ ഓവർ ടു അഭിജിത്ത്. SKN, ഗുഡ് മോർണിംഗ്. താമരശ്ശേരി ചുരത്തിൽ തുടർച്ചയായ 2-ാം ദിവസവും ഈ ഒരു ഗതാഗത കുരുക്കുണ്ടായിരിക്കുകയാണ്. ഇന്നലെ 6-ാം വളവിന് സമീപം ലോറിയാണ് കുടുങ്ങിയതെങ്കിൽ ഇന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സാണ് കുടുങ്ങിയത്. ഇതിന്റെ ബാറ്ററി തീർന്നതിനെ തുടർന്ന് അത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് ഈ ബസ് ഈ 6-ാം വളവിൽ കുടുങ്ങിയത്. നമുക്കറിയാം താമരശ്ശേരി ചുരത്തിൽ ഇടുങ്ങിയ ഒരു പാതയാണ്, വലിയ വീതിയില്ലാത്തൊരു റോഡാണ്. അതിനാൽ തന്നെ ഈ ബസ് കുടുങ്ങിയതോടുകൂടി ഈ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാൻ സാധിച്ചിരുന്നത്. നിലവിൽ ഈ ബസ് അവിടുന്ന് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗതാഗത കുരുക്ക് തുടരുകയാണ്. കാരണം അവധി ദിനമാണ്. ഇന്നലെയും ഇന്നുമായി അവധി ദിനം, ശനിയും ഞായറും, ഒപ്പം തന്നെ ക്രിസ്മസിന്റെ അവധിയൊക്കെ വരുന്നതോടുകൂടി ഈ ചുരം വഴിയുള്ള യാത്ര പതിവിൽ നിന്ന് വളരെയധികം കൂടിയിട്ടുണ്ട്. നിലവിൽ ഈ ഗതാഗത കുരുക്ക് തുടരുന്നുണ്ട്. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ചുരത്തിൽ തുടരുന്നുണ്ട്. SKN, നമുക്കൊരു കാര്യം ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ വന്നപ്പോൾ നമ്മൾ ഈ വണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ അവരെ ഉങ്ക പേരെന്നാ? செந்தில் குமார். எப்படி ജീവിതമൊക്കെ எப்படி? ഇത് ടൂറിസ്റ്റ് ആയിട്ട് വന്നാ? கொல்லத்தில் கருநாகப்பள்ளியில் ஒரு விசேஷம். என்ன விசேஷம்? என்கேஜ்மெண்ட். யார் என்கேஜ்மெண்ட்? என் பிரதருடைய டாட்டர். We are from தொலைக்காட்சி 24. ஓ நைஸ். தொலைக்காட்சி தெரியுமா? தெரியுமே. தொலைக்காட்சி தெரியாம இது என்ன இயக்கம்? தொலைக்காட்சி. அப்புறம் அப்புறம் சௌக்கியமா இருக்கு? நல்லா இருக்கு. ஏரியா லொகேஷன். ஓகே, நீங்கள் அம்மா உங்க பேர் என்னம்மா? என் பேர் கனகவல்லி. கனகவல்லி. எப்படி சௌக்கியம் இருக்கு? உங்கள் எங்க எங்க ஊர் எங்கயா? பொள்ளாச்சி. പൊള്ളാച്ചി. എല്ലാവരും പൊള്ളാച്ചിയാ? ഓക്കെ. നിങ്ങൾക്ക് മലയാളം അറിയാമോ? ഞാൻ പിന്നെ ഇതിനെ പാടുപെടുന്നത്. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട്. എന്താ ചെയ്യുന്നേ? കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഏത് കോളേജില്? കൃഷ്ണ കോളേജ്, കോയമ്പത്തൂർ. ഓക്കെ, നന്നായി. അപ്പം മലയാളം അറിയാമല്ലേ? ഞാൻ എൻ്റെ തമിഴ് കേട്ട് നിങ്ങൾ ബോധം കെട്ട് വീഴുമെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഞാൻ അറിയോ? കുറച്ച് അറിയോ? ഇത് അറിയാമല്ലേ? ഓക്കെ, അപ്പൊ സന്തോഷം നിങ്ങളെയൊക്കെ കണ്ടതിൽ. അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങൾ പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അയ്യാ, അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് MG രാമചന്ദ്രന്റെ 36 ആനിവേഴ്സറിയാണ്, ഡെത്ത് ആനിവേഴ്സറിയാണ്. MG രാമചന്ദ്രൻ. MG രാമചന്ദ്രൻ நீங்க முக்கியமந்திரியா இருந்த MG ராமச்சந்திரன். ADMK இங்க வரும். MGR ഓർമ്മിക്കൂ. புரட்சித்தலைவர் MGR, பொன்மனச்செம்மல், அது சரித்திர நாயகன், இன்றைய நினைவு நாள். இது சத்துணவு திட்டம் தந்த தலைவர். அது மட்டும் இல்லை, மக்கள் அனைவருக்கும் ரொம்ப பிடித்தமான பெரிய മനുഷ്യനാണ്. ഓക്കെ, നന്ദി. ഡ്രൈവർ സാർ, നമുക്ക് ചെറുതായിട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകണം. ഈ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഖുർആൻ കാലിഗ്രാഫിയുടെ ഗിന്നസ് റെക്കോർഡ് മലപ്പുറത്തേക്ക് വന്നു. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോൾ സല്യൂട്ട് മലപ്പുറം. അപ്പോൾ മലപ്പുറത്തെ ആ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എല്ലാ പേജുകളും ഓരോന്നായി മടക്കി അടുക്കിയാൽ 75 സെന്റിമീറ്റർ ഉയരവും 34 സെന്റിമീറ്റർ വീതിയും 118.30 കിലോഗ്രാം ഭാരവുമുണ്ട്. ഖുറാനിൽ ആകെ 3,25,384 അറബി അക്ഷരങ്ങളും 77,437 അറബി വാക്കുകളും 114 അധ്യായങ്ങളും 6,348 ആയത്തുകളുമുണ്ട്. ആകെ 30 ജുസുകളിൽ ഒരു ജുസ് പൂർത്തിയാക്കാൻ ഏതാണ്ട് 65-ലധികം പേജുകളാണ് വേണ്ടിവന്നത്. എല്ലാ പേജുകളിലും ശരാശരി 10 വരികളാണുള്ളത്. ഇതിനായി 45 മിനിറ്റാണ് ആവശ്യമായി വന്നത്.
ആദ്യ 3 പേജുകൾ ഇസ്ലാമിക് ആർട്ട് ശൈലിയിൽ പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണ്. ജസീമിന്റെ 2 വർഷത്തെ നിരന്തര പരിശ്രമത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും വിജയമാണിത്. രണ്ടാമത്തെ ലോക്ക്ഡൗൺ തുടക്കം കുറിച്ചതിന് ശേഷമാണ് ഈ ഒരു എഴുത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. എഴുത്ത് തുടക്കം കുറിക്കുന്നത് ഫുൾ ടൈം ഖുറാനിലായിട്ട് ഇടവഴകി ഏകദേശം ഒരു ദിവസം 8 മണിക്കൂറോളം ഞാൻ ഇതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. റമദാനിലൊക്കെ കൂടുതൽ സമയം ഏകദേശം 10-12 മണിക്കൂറോളം ഞാൻ ചിലവഴിച്ചതായിട്ട് ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയാണ് ഇതിനുള്ള സമയം കണ്ടെത്തിയത്? 80 രൂപ വിലയുള്ള 100-ലധികം ജപ്പാൻ നിർമ്മിത സിക് കാലിഗ്രഫി പേനയാണ് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പേപ്പറിനും മഷിക്കുമായി 1.25 ലക്ഷത്തോളം രൂപയാണ് ചെലവ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിലവിലുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സ്വദേശി മുഹമ്മദ് ഗബ്രിയാലിന്റെ 700 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്നാണ് ജസീമിന്റെ ഈ നേട്ടം. 24 മലപ്പുറം. ഓക്കെ, ഇപ്പോൾ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുജറാത്ത് തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇതിന്റെ പിന്നിൽ ഇറാനാണെന്ന് പെന്റഗൺ ആരോപിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം നൈജീരിയൻ കൊടിയുള്ള കപ്പലിന് ഇസ്രയേൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നടന്നു എന്നാണ് പെന്റഗൺ സംശയിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ, വെൽക്കം ടു ആലപ്പാട് പഞ്ചായത്ത്. അഴീക്കൽ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ പുലിമുട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരുപക്ഷെ ഡൽഹി താമസിക്കുന്ന നിതിൻ അംബുജൻ ഒരു പുതിയ കാഴ്ചയായിരിക്കും. കേരളത്തിൽ വരുമ്പോൾ അഴീക്കലേക്കൊന്ന് വരിക. അപ്പോൾ ഈ ഗുജറാത്ത് തീരത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് പറയൂ. പെന്റഗൺ അങ്ങ് സംശയിക്കാൻ എന്താണ് കാരണം? SKN വെരി ഗുഡ് മോർണിംഗ്. SKN കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം വലിയ തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം ചെങ്കടൽ വഴിയുള്ള കപ്പൽ യാത്രകൾക്കെല്ലാം തന്നെ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു ആക്രമണം എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും ലൈബീരിയൻ പതാകയുള്ള ജപ്പാൻ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. നെതർലാൻഡാണ് ഇത് നിയന്ത്രിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും പെന്റഗൺ പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണമാണെന്നാണ് പെന്റഗൺ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ഇത്തരമൊരു ആക്രമണം എന്ന് സംശയിക്കുന്നു. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് ഒക്ടോബർ 7 ശേഷം നിരവധി തവണ ഇത്തരത്തിൽ ആക്രമണത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ഹൂതികൾ നൽകിയിരുന്നു. അതിനെ തുടർന്ന് ഏതാണ്ട് 12ഓളം വാണിജ്യ കപ്പലുകൾ ഈ ചെങ്കടൽ മാർഗമുള്ള യാത്ര ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ആക്രമിക്കപ്പെട്ടത് ജപ്പാൻ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആക്രമണം, അതായത് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലാണ് ധരിച്ചുകൊള്ളൊരു ആക്രമണമെന്നാണ് സംശയിക്കുന്നത്. ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾക്കെല്ലാം തന്നെ ആക്രമിക്കുന്ന ഒരു ഭീഷണി നേരത്തെ തന്നെ ഇറാൻ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെന്റഗൺ ഇറാൻ നേരെ അത്തരമൊരു സംശയം ഉന്നയിക്കുന്നത്. എന്തായാലും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇതുവരെ നൽകിയിട്ടില്ല. 2021 ശേഷം ഇറാന്റെ ഭാഗത്തുനിന്നും ഏതാണ്ട് 7 തവണ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പെന്റഗൺ അറിയിക്കുന്ന ഒരു കാര്യം. നിലവിലിപ്പോൾ ഗുജറാത്ത് തീരത്തു നിന്നും ഏതാണ്ട് 200 കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടുക. നിങ്ങൾ എവിടുന്ന എന്താ പരിപാടി? പടമൊക്കെ എടുക്കുക. കൊച്ചിയിലോട്ട് പോകാനുള്ള യാത്രയിലാണ്. എന്താ നമ്മളുടെ പേര്? നിങ്ങളെല്ലാവരും ക്രിസ്മസ് ആയിട്ട് ഇറങ്ങിയാണോ? അപ്പോൾ ഈ അഴീക്കൽ ഇറങ്ങാൻ കാര്യം? കൊല്ലത്തോടെ താമസിക്കും നിങ്ങൾ? മുഖത്തല്ല. അപ്പോൾ നിങ്ങൾ ഈ അഴീക്കലൊക്കെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് അഴീക്കലിനെ കുറിച്ചുള്ള അഭിപ്രായം? ഫോട്ടോഗ്രാഫറാ? അപ്കമിങ് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നമ്മുടെ ക്യാമറമാൻ ഒന്ന് ക്ലോസ് ചെയ്തോളൂ. യൂറോപ്പിലെ കാണാൻ വെച്ച് കണ്ട ആൾ അറിയണമല്ലോ. ആ, ഒന്ന് ഹായ് പറഞ്ഞോളൂ. ജയദേവ്. ഞാൻ എൻ്റെ പേര് ജയദേവ്. +1 പഠിക്കുന്നു. ഓ, +1. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കാണാം, നമ്മൾ മുഖത്തുള്ളക്കാരെ കാണാം. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അമേരിക്കയിലേക്കൊന്ന് പോകണം. മധു കൊട്ടാരക്കര അവിടെ റെഡിയായി കഴിഞ്ഞു. മധു കൊട്ടാരക്കരയുടെ ജില്ല കൂടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ്. അപ്പോൾ ഇപ്പോൾ മധു കൊട്ടാരക്കര അല്പനിമിഷങ്ങൾക്ക് നമുക്കൊപ്പം ചേരുകയാണ്. ബീച്ചിലൊക്കെ ആളുകളായി വരുന്നല്ലോ അതിരാവിലെ തന്നെ. ഇപ്പോൾ ആളുകളൊക്കെ ആണല്ലേ? ഓക്കെ. വൈകിട്ടാണ് കൂടുതൽ ആൾക്കാരല്ലേ? വിദേശികളൊക്കെയോ? അവർക്ക് ഈ വെയിലൊക്കെ ഇഷ്ടമല്ലേ? അവർക്ക് വെയിലൊക്കെ ഇഷ്ടമാണ്. ആ, ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇത് അമൃതാനന്ദമയി മഠം ഇതിന് വളരെ അടുത്താണ്. അതാണ് കൂടുതൽ വിദേശികൾ ഇവിടെ വരാനുള്ള ഒരു കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കിനി അമേരിക്കയിലേക്കാണ് പോകുന്നത്. അമേരിക്കയിലെ ഒരു ചെറിയ വലിയൊരു വാർത്ത. ഈ ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരായുള്ള ഇസ്രായേലിൻ്റെ സൈനിക നീക്കം അമേരിക്ക തടഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല, ഈ ഹൂത്തി വിമതരൊക്കെ തന്നെ ചെങ്കടലിൽ വെച്ച് കപ്പലുകൾ ആക്രമിക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരക്ക് നീക്കത്തിൻ്റെയും അതുപോലെ ഇന്ധന നീക്കത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അദ്ദേഹത്തോടെ ഒരുപക്ഷെ
ഈ യുദ്ധം വരുത്തുന്ന ദുരിതങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതിൽ ബെഞ്ചമിൻ നെതന്യാഹു ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സമയം കണ്ടെത്താനും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷേ ഇസ്രയേലിൻ്റെ പങ്കാളി എന്നൊക്കെ ആൾക്കാർ ലോകം വിധി എഴുതിയ അമേരിക്ക ഈ ഇസ്രയേലിനോട് കാര്യങ്ങൾ കൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ താമസിക്കുന്ന മധു കൊട്ടാരക്കര നമുക്കൊപ്പം വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, താങ്കളുടെ ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്, എൻ്റെയും ജില്ലയാണ്, അറിയാലോ. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കാരണം ഹമാസിനെ അമർച്ച ചെയ്യുക എന്നുള്ള പ്രഖ്യാപിത നീക്കവുമായിട്ട് ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ അമേരിക്കയുടെ മുഖം പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ കൊലപ്പെടുത്തിയ സ്ഥലമായി ഗസ മാറുകയാണ്. അപ്പോൾ മധു കൊട്ടാരക്കര ചേരുന്നു. മധു, പറയൂ, യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെയൊരു കാര്യത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? കൂടുതൽ ഇടപെടുകയാണ് ഇസ്രയേലിന്റെ കാര്യത്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഇന്ന് രാവിലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിലൂടെ ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെയുള്ള ഒരു സൈനിക നീക്കം തടഞ്ഞത്. മിസൈലുകളും യുദ്ധവിമാനങ്ങളുമായിട്ട് ഹിസ്ബുള്ളയെ നേരിടാനായി തയ്യാറായി കഴിഞ്ഞ ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുവാൻ ഏകദേശം 45 മിനിറ്റ് ടെലിഫോണിൽ ചെലവഴിക്കേണ്ടി വന്നു ജോ ബൈഡന്. ഒരു കടുത്ത സൈനിക നീക്കത്തിന്റെ അനന്തരഫലങ്ങളെപ്പറ്റി നെതന്യാഹുവിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു ജോ ബൈഡന്. അതുകൊണ്ടായിരിക്കാം ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രയേലിന്റെ സൈനിക നീക്കം പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നെതന്യാഹുവുമായി നടന്നത് വെറും സ്വകാര്യ സംഭാഷണം മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് ബൈഡൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഈ ചർച്ചയെപ്പറ്റി ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി. യുദ്ധത്തിന്റെ രീതി മാറ്റി ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാനാണ് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതെന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വ്യാപിക്കാതിരിക്കുവാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള നേർക്കുനേർ പോരാട്ടം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഫ്രഞ്ച് ഗവൺമെന്റും ശ്രമിക്കുന്നത്. ഹിസ്ബുള്ളയുമായി ഫ്രഞ്ച് ഗവൺമെന്റ് സമാധാന ചർച്ചകളൊക്കെ തുടരുന്നുണ്ട്. ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെ റെസൊല്യൂഷൻ 1701 നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളും ഫ്രഞ്ച് ഗവൺമെന്റ് തുടരുകയാണ്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 18 മൈൽ ദൂരേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പ് പിന്തിരിയണമെന്നാണ് ഈ പ്രമേയം ആവശ്യപ്പെടുന്നത്. കൊട്ടാരക്കര സുരേഷ് ബാബു എന്നോട് ഒരു യൂട്യൂബ് സന്ദേശം പറയുന്നു. SKN വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കടൽക്കര ഇന്നപ്പോൾ ചെറിയൊരു തണുപ്പടിക്കുന്ന പോലെ ഊർജ്ജം കൈവിടണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചെറിയ ഊർജ്ജമൊക്കെ ചില സമയത്ത് നമ്മൾ അറിയാതെ കൈവിട്ടു പോകും. എന്നാലും നമ്മളത് വീണ്ടെടുക്കുന്നു. വർദ്ധിത വീര്യത്തോടെ നമ്മൾ തുടരുന്നു. താങ്കളുടെ പേര്? ലിജു പി. രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതെ. ഏത് പാർട്ടി? CPM മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഓക്കെ, ഏരിയ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ താങ്കൾ ഈ അഴീക്കലെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ മെമ്പറും ഒക്കെ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ അഴീക്കൽ വന്നപ്പോഴാണ് അഴീക്കലിന്റെ അനന്തമായ സാധ്യത മനസ്സിലായത്. താങ്കളുടെ അഭിപ്രായം എങ്ങനെ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും അഴീക്കൽ ആലപ്പാട് പഞ്ചായത്ത് നല്ല ടൂറിസം ഡെസ്റ്റിനിയാണ്. അത് ടൂറിസം വില്ലേജായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അല്ല, അതിനുള്ള കാര്യങ്ങൾ അനന്തമായ സാധ്യതയുണ്ട്. അല്ല, നിങ്ങൾ നീക്കുവോ അതിനുള്ള ചുവടുകൾ? നമ്മുടെ ടൂറിസം മന്ത്രി കാണുക, ടൂറിസം മന്ത്രിയെ കാണാൻ വേണ്ടി ഞാൻ CPM-ന്റെ പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെ ആണ്. ഇതുവരെ ഞങ്ങൾ യോജിച്ച് കൊണ്ടുപോകാൻ പ്രസിഡന്റ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇല്ല. അങ്ങനെയാണല്ലേ? തീർച്ചയായിട്ടും. ഒന്നിച്ച് നിങ്ങൾ അല്ല, ഞങ്ങളുടെ ആഗ്രഹമില്ല നാടിന്റെ വികസനത്തിൽ ഒന്നിച്ചിരിക്കണമെന്നാണ്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് ഞങ്ങളോട് അങ്ങനെ ആ രീതിയിൽ സഹകരിച്ചിട്ടില്ല ഇതുവരെ. അയ്യോ, പ്രസിഡന്റ് എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പഞ്ചായത്ത് സംവിധാനത്തിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല. ഒരു പക്ഷമേ ഉള്ളൂ, ജനപക്ഷം. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതിനപ്പുറം വേറെ ഒന്നുമില്ല അതിനകത്ത്. ഇത് അല്ല, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞ വാക്കില്ലയോ, അത് ഞങ്ങൾ അങ്ങോട്ട് ആദ്യം പഠിപ്പിച്ചത്. അതായത് പഞ്ചായത്ത് ഭരണം അധികാരം ഏറ്റപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ല, എല്ലാത്തിനും നമുക്ക് ഒരുമിച്ച് യോജിച്ചു പോകണം. അല്ല, അദ്ദേഹത്തിന് അന്ന് എന്തുണ്ടായിരുന്നറിയോ, ഒന്നാം പിണറായി സർക്കാർ 6 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ പഞ്ചായത്ത് അധികാരത്തിൽ വരുന്നത്. അപ്പൊ അദ്ദേഹം കരുതി രണ്ടാമത് വരുത്തില്ല, UDF വരും. ആ ചിന്തയില ഇന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാ പറഞ്ഞത് നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആദ്യം പറഞ്ഞത്. ഒന്നിച്ചു പോകണം. താങ്കൾക്ക് അതേ അഭിപ്രായമാണോ? അഴീക്കലിന്റെ വികസനം ആവശ്യമാണ്. നമ്മുടെ നാടിന്റെ വികസനമാണ് എല്ലാവർക്കും ആവശ്യമുള്ളത്. എന്താ പേര് താങ്കളുടെ? എന്റെ പേര് നിഷ അജയകുമാർ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളെ ക്രിസ്മസ് ആണ്. ഇന്നും ക്രിസ്മസിന്റെ ആഘോഷങ്ങളാണ്. അപ്പോൾ കുറേ പ്രോഗ്രാംസ് നമ്മൾ 24 പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകാം. അത് കഴിഞ്ഞാൽ ഒരു ഇടവേള വേണം. ഇടവേള കഴിയുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് വാർത്താ ബുള്ളറ്റിൻ 100 ന്യൂസിൻ്റെ ഊഴമാകും. 100 വാർത്തകൾ ഉണ്ടാകും.
അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, എന്തൊക്കെയാണ് ഇന്നും നാളെയും 24 സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെന്ന് നമുക്ക് കേൾക്കാം. ഇന്നിപ്പോൾ ക്രിസ്മസ് സിനിമാ വിശേഷങ്ങളുമായി ചലച്ചിത്ര താരം ഷെയ്ൻ നിഗം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസും കുടുംബവും ക്രിസ്മസ് ആഘോഷങ്ങൾ പങ്കിടാനായിട്ട് നമുക്കൊപ്പം ചേരുന്നു. അതുപോലെ കൈരളി ബാൻഡ് സംഘത്തിൻ്റെ ബാൻഡ് മേളമുണ്ട്. ഷെപ്പിള്ളയും വീണ ജോർജും പങ്കെടുക്കുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പരിപാടിയുണ്ട്. ചാച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ക്രിസ്മസ് ഓർമ്മകളുമായി ഒരു പ്രത്യേക പരിപാടിയുണ്ട്. 24 കാണുക, ക്രിസ്മസ് വിശേഷങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞാൽ നമുക്ക്. എന്താ പേര്? ലീല. എന്താ ഒരു വിഷമമല്ലേ? ഓക്കെ. എന്താ പേര്? സംഭവം സർക്കാരിൻ്റെ ആൾക്കാരാണോ? ഹരിതം കേരള മിഷനാണ്. ഓക്കെ, താങ്ക് യു.